ഹലോ, ഗുഡ് മോർണിംഗ്. കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എല്ലാവരും ചായ കുടിയെല്ലാം കഴിഞ്ഞു. എൻ്റെ ചായ കുടി കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ ഇതാ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കലാണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ മെയ് 17, ഇന്ന് മെയ് 17 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് വണ്ടിയുടെ സൗണ്ടെല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര. ഞാൻ വളപ്പിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞു. അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പിന്നെ അച്ഛനൊരു സ്കൂട്ടിക്കാണ് പോകേണ്ടത്. അന്നേരം പിന്നെ മഴയായതുകൊണ്ട് പോയിട്ടില്ല. ഇനി പറ്റുമെങ്കിൽ ഒന്ന് വൈകുന്നേരം പോകണം എന്നുണ്ട് കേട്ടോ. ഉറപ്പറിയില്ല. വൈകുന്നേരം എന്തായാലും അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ വേറെ എന്നാ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. രാവിലെ പ്രതിയാട്ടം വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ കുറേ സമയം ഫോണും കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഏട്ടത്തിയമ്മ വിളിച്ചു, പിന്നെ അനിഷ വിളിച്ചു, അങ്ങനെ പിള്ളേരെല്ലാം വിളിച്ചു. പിന്നെ എല്ലാവരും മെസ്സേജ് അയച്ചു. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടെല്ലാം ഇങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. 9:30 അല്ല, 9:15 ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ പണിക്ക് പോയി. ഏച്ചി എന്തോ ആവശ്യത്തിന് പഴയങ്ങാടിയിലെങ്ങാനും പോയിട്ടുണ്ട്. അച്ഛനും പോയി. ഇനിയിപ്പോൾ അമ്മമാരും ഞാനും പിള്ളേരും മാത്രമേ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ തന്നെ അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാനൊരിക്കൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അമ്മ അതാക്കി തന്നതിൻ്റെ അരിയും കടലയും. അതാണ് കേട്ടോ എൻ്റെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ എന്തായാലും അമ്മ അതാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. ഇനി ചോറും കറിയെല്ലാം വെക്കണം കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. എന്തെങ്കിലും പരിപ്പ് കറിയോ അങ്ങനെ എന്തെങ്കിലും വെക്കണം. പിന്നെ അച്ഛൻ ഇന്നലെ ചെമ്മീൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമല്ലേ എല്ലാവരും ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ചെമ്മീൻ വൈകുന്നേരം എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളെല്ലാം ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ. അപ്പം എല്ലാവരും എന്നെ വിഷ് ചെയ്തു കേട്ടോ. എല്ലാവരും കമൻറ്റ് ബോക്സിൽ എന്നെ വിഷ് ചെയ്യുക. അപ്പോൾ എന്തായാലും ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അരിയും കടലയും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചിരകിയിട്ടിട്ട് ഇതേപോലെ കുഴച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചില സമയത്ത് മുമ്പെല്ലാം അമ്മ ഇതിൻ്റെ അകത്ത് മസാല ഇട്ടിട്ടും ആക്കി തരലുണ്ട്. മസാലപ്പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ട് ആക്കി തരലുണ്ട്. ഇതിപ്പോൾ അരിയും കടലയും മാത്രമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഉള്ളിയും കടുവും പറങ്കിയെല്ലാം വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അത് തിന്നാനാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ തിന്നൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പണ്ടെല്ലാം ഇതാക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കലിപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. ഇപ്പം അങ്ങനെ വല്ലപ്പോഴും ഇവിടെ വീട്ടിൽ വരുമ്പോൾ മാത്രമല്ലേ ഇത് കഴിക്കുന്നില്ലയോ. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം അരിയും കടലയും ഞാൻ എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ പുറത്തെ കാഴ്ചകളെല്ലാം ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. തലേന്ന് ഭയങ്കര മഴയല്ലേ, രാവിലെയും ഉണ്ടായിന് ചെറുങ്ങനെ. അപ്പോൾ ആ ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇതാ ഫുള്ള് കഴിച്ച് തീർത്തിട്ടുണ്ട്. പാത്രത്തിൽ കറിവേപ്പില മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് രാവിലെ ഇതാ കാർഡ്ബോർഡ് മുറിച്ചിട്ട് എന്തെല്ലോ ഉണ്ടാക്കലാണ്, കളിപ്പാട്ട് ഉണ്ടാക്കലും അങ്ങനത്തെ എന്തെല്ലോ തിരക്കിലാണ്. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇവരിങ്ങനെ കളിക്കാനിരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം ടി വിയുടെ മുന്നിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു. പിള്ളേരെല്ലാവരും പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. കറണ്ട് ഇല്ല. കറണ്ട് 8:30 പോയിട്ടുണ്ട്. അതിനകത്ത് ഇനി വൈകുന്നേരം വരുമല്ലോ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനിയിപ്പം ഫോണിൽ ചാർജില്ല. ഫോണിലിപ്പം 17% ചാർജ് ചെയ്യില്ലേ. അപ്പോൾ എത്ര പോരെ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല. അത് ഓഫാവുന്നത് വരെ ഞാൻ വീഡിയോ എടുക്കും. അതിൻ്റെ ഇടയിൽ കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുത്തിവെക്കാം. പക്ഷേ വലിയ പ്രതീക്ഷയൊന്നുമില്ല. വൈകുന്നേരം 5 മണിക്കേ വരുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. ഇന്നലെ മെസ്സേജ് വന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല കാറ്റും മഴയായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി കറണ്ട് പോയിട്ട് രാവിലെ ഒരു 6:30 6:45 കറണ്ട് വന്നത്. അപ്പോൾ അന്നേരം കുറച്ച് സമയം ഒന്ന് കുത്തി വെച്ചിട്ടുണ്ടായിന്. അപ്പോഴത്തേക്ക് തന്നെ ചാർജറും കംപ്ലൈൻ്റ് ആയി, ചാർജും കയറുന്നില്ല. പിന്നെ ബാക്കി എല്ലാവരും ഫോൺ 8:30 കറണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫോൺ കുത്തിയിട്ടിട്ടുണ്ടായി. അതുകൊണ്ട് ചാർജറൊന്നും ഫ്രീ ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ സമയം ഞാൻ പറഞ്ഞില്ലേ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഫോണും കൊണ്ടിരുന്നു. അങ്ങനെ ഫോണിലെ ചാർജ് മൊത്തം തീർന്നു. ഇപ്പം 17% ഇങ്ങനെ ഓടുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി എത്ര പോയി എടുക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. അപ്പോൾ തുണിയെല്ലാം അലക്കാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അലക്കി കഴിഞ്ഞിട്ടില്ല. ടാപ്പൊക്കെ കറണ്ട് പോയി. ഇനിയിപ്പം വേറെ പ്രത്യേകിച്ച് എന്താ പണി, ചോറെല്ലാം കുറച്ച് കഴിയുമ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ വെക്കൂലോ കേട്ടോ. പിന്നെ എന്തെങ്കിലും കറി വെക്കാനില്ല ഇനി നോക്കണം. പിന്നെ അമ്മി ചേച്ചി ആരും ഇല്ല, അതുകൊണ്ട് തന്നെ വലിയൊരു ഇതൊന്നുമില്ല. പിന്നെ എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് അങ്ങനെ ഭയങ്കര ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ ഉണ്ടായിട്ടില്ല, കല്യാണത്തിന് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാം. പിന്നെ എനിക്ക് തോന്നുന്നു 2 കൊല്ലം മുന്നത്തെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു ചുഴലിയിൽ വന്നിട്ടുണ്ടായിന്.
അപ്പോൾ ആ ബർത്ത്ഡേക്ക് എനിക്ക് സർപ്രൈസായിട്ട് ഏട്ടമ്മയും അനിഷയും അവരെല്ലാവരും കൂടെ പ്രതീക്ഷായിട്ടും പിള്ളേരും എല്ലാവരും കൂടെ സർപ്രൈസായിട്ട് ഒരു കേക്കും അതേപോലെ ഒരു ഡ്രസ്സ് ഒരു ചുരിദാറും പിന്നെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സർപ്രൈസായി പോയിട്ടുണ്ടായിന്. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് ചാനലൊന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിന് എൻ്റെ ലൈഫിൽ. അന്ന് എനിക്ക് തോന്നുന്നു 27ാമത്തെ ബർത്ത്ഡേക്ക് 28ാമത്തെ ബർത്ത്ഡേക്ക് വന്നിട്ടാ. പിന്നെ അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായി ലൈഫിലെ ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അതിന് മുന്നേ ആയാലും തന്നെ ബർത്ത്ഡേക്ക് നമ്മൾ അമ്പലത്തിൽ പോവും, പിന്നെന്നാ ചിലപ്പോൾ പായസം വെക്കും, അങ്ങനത്തെ ഇത് സെലിബ്രേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അതിന് മുന്നേ പണ്ടെല്ലാം പിന്നെ അമ്പലത്തിൽ പോവും, പിന്നെ അമ്മ ചിലപ്പം പായസം വെക്കും. അങ്ങനെ പണ്ടത്തെ നമ്മളെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ കേക്ക് കട്ടിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ കട്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷെ നമ്മളെല്ലാം അവസ്ഥ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അന്നേരം കേക്കും കാര്യങ്ങളൊന്നും വാങ്ങിക്കില്ല. പക്ഷെ ഇപ്പം അല്ലേ എല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്ക് വാങ്ങലും കട്ട് ചെയ്യലും ഭയങ്കര ആഘോഷമല്ലോ. അപ്പം നമ്മളെ ആ ചെറുപ്പത്തിലൊന്നും നമുക്കൊന്നും അതൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ അങ്ങനെ പരാതിയും സങ്കടങ്ങളൊന്നുമില്ല. എന്നാലും അത്രയും കാലം കിട്ടാത്തത് ആ ഒരു പ്രാവശ്യം കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. അതിന് ശേഷം ഇപ്പോൾ 2-3 ബർത്ത്ഡേ കഴിഞ്ഞു. അതിനൊന്നും അങ്ങനെ കാര്യമായിട്ട് നമ്മളൊന്നും ഇതാക്കിയിട്ടില്ല. എപ്പോൾ അമ്പലത്തിൽ പോവേ, ചുഴലിയിൽ നമുക്ക് പിന്നെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ അമ്പലം. അപ്പോൾ രാവിലെ എണീറ്റ് പ്രതിയായിട്ട് ഞാനും പിള്ളേരും കൂടെ അമ്പലത്തിൽ പോവും. ഇപ്രാവശ്യമാണ് എനിക്ക് ഒന്ന് എൻ്റെ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണ്, ഇപ്പോൾ 10-11 വർഷമായില്ലേ, ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവുന്നത്. ബാക്കി എല്ലാ പ്രാവശ്യവും ഞാൻ ചുഴലിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായത് ഇന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പിന്നെ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് അമ്പലത്തിലേക്ക്, അതുകൊണ്ട് പിന്നെ പോയിട്ടില്ല. ഇപ്പം എന്തായാലും നോക്കാം, വൈകുന്നേരം പോകണമെന്നുണ്ട്. അപ്പം എന്തായാലും ഇനി പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. എന്നാ പറയേണ്ടതെന്ന് തിരിയുന്നില്ല. എന്തായാലും സന്തോഷം, ജന്മദിനല്ലേ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ, നാളെ പ്രതിയേട്ടൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്നെ പോകാൻ വേണ്ടി കിഞ്ഞതാണ്. അന്നേരം പിന്നെ എന്നോട് പറഞ്ഞു പിള്ളേരെയും കൊണ്ട് ഒറ്റയ്ക്ക് വരണ്ട, ബസ്സിന് രണ്ടാളെയും കൂട്ടിപ്പോലെ വിഷമല്ലേ. പ്രതിയേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ശനിയാഴ്ച ഞാൻ വരാം, എന്നിട്ട് ഞായറാഴ്ച നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കലാന്ന് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഞാൻ തിരിച്ച് വീണ്ടും ചുഴലിയിലേക്ക് തന്നെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായില്ലേ, ദേവൂട്ടിനെ സ്കൂളിൽ ചേർക്കണം, ഇനി ബാഗ് എല്ലാം, യൂണിഫോം, പുസ്തകങ്ങൾ എല്ലാം വാങ്ങണം കേട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ചയല്ലേ ഇല്ല സ്കൂൾ തുറക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഫുൾ തിരക്കായിരിക്കും. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ പോകണം. അപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കര എന്തെല്ലോ കാർഡ്ബോർഡ് മുറിച്ചിട്ട് അതും ഇതും ഉണ്ടാക്കലും കാര്യങ്ങളെല്ലാം കേട്ടോ, എന്തോ കളിപ്പാട്ട് ഉണ്ടാക്കലെല്ലാം അവരതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാനെന്തായാലും ഇനി എന്തായാലും വേഗം എന്തെങ്കിലും കറിയെല്ലാം വെക്കാൻ നോക്കട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം കേട്ടോ. അപ്പോൾ സമയം ഇപ്പം 2:30-2:45 അങ്ങാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പാണ് കറണ്ട് വന്നത്. നേരത്തെ എൻ്റെ ഫോൺ ഓഫായി പോയിനെ, അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പം ജസ്റ്റ് ഇതൊന്ന് കുത്തി വെച്ച് ഓണായപ്പാടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിള്ളേരെല്ലാം ഫുഡെല്ലാം കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കണത്രേ. അപ്പോൾ ഒന്നും വീഡിയോ എടുത്തില്ല, ഫുഡ് ഉണ്ടാക്കുന്നത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ഫോൺ നേരെ ഓഫായി പോയി. അപ്പോൾ പരിപ്പ് കറിയും ഓലനും ബീട്രൂട്ട് വറവാണ് കേട്ടോ ഇന്നാക്കിയത്. പിള്ളേർ ഭയങ്കര കളിയാണ്, അതിൻ്റെ ഒച്ചപ്പാട്. കളിയല്ല, അവരിങ്ങനെ ഡിക്റ്റേഷൻ ഇട്ടിട്ട് ടീച്ചറും കുട്ടിയായിട്ട് കളിക്കുവാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഫുഡെല്ലാം കഴിക്കണം. അപ്പോൾ ഫോൺ എന്തായാലും ചാർജ് ആവട്ടെ കേട്ടോ. കറണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ ബോറടിച്ച് കുറേ സമയം പിള്ളേരെ കഥാബുക്കും അങ്ങനത്തെ കുറേ പഴയ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ട് ഇരിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഞാൻ 3:15 കേട്ടോ, ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ പരിപ്പ് കറി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അരച്ചിട്ടൊന്നുമില്ല കേട്ടോ, വെറുങ്ങനെ വെച്ച പരിപ്പ് കറിയാണ്. പിന്നെ ഇതൊരു മുട്ടയാക്കിയിട്ടുണ്ട്, ബീട്രൂട്ട് വറവ്, പിന്നെ വെള്ളരിക്ക ഓലനുണ്ട്, അത് ഞാൻ കൂട്ടാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ, ബർത്ത്ഡേ സ്പെഷ്യൽ. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇങ്ങനെ തീർന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം ഇതും കൂടെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ പിള്ളേരെല്ലാം അതാ അകത്തുനിന്ന് കളി മതിയാക്കിയിട്ട് പുറത്ത് പോയി കളിക്കുന്നുണ്ട്. ഗിൽസിൻ്റെ ഉള്ളിലേക്ക് കൂടി ഞാൻ കാണിച്ചതേ. അപ്പോൾ കണ്ടാടുന്ന് കളിക്കലാന്ന് എല്ലാവരും കൂടെ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ, ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മമ്മേൻ്റെ ആങ്ങളേൻ്റെ മക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് സമയം പോയി. അപ്പോൾ ഒന്നും എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിട്ടില്ല, അന്നേരമല്ല ഫോൺ ഓഫായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ചൊരു 5% ചാർജ് ആയാലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പിള്ളേരത് ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇനി വൈകുന്നേരം എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ വീഡിയോ എടുക്കാം. അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ.
അപ്പോൾ എന്തായാലും വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാട്ടാ. ഇത്രയേ ഇല്ല ഇപ്പോഴത്തെ വീഡിയോ, എന്തായാലും ഇത്രയേ ഇല്ല കേട്ടാ. ഞാൻ ഫുൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കറണ്ട് ചതിച്ചു. കറണ്ട് എന്നാലും ചതിച്ചു എന്ന് പറയണ്ട കേട്ടാ. പിന്നെ 5:30 വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2:30 ആകുമ്പോഴെങ്കിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറേ ഉപകാരമാണ്. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിക്കട്ടെ. ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഏച്ചി എത്തിയത് കേട്ടോ. അപ്പോൾ ഏച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണം, എൻ്റെ വകയാണ്, ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും മുട്ടായി അല്ല ഐസ്ക്രീം വാങ്ങിക്കോന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വക ബർത്ത്ഡേ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്ന് വേണ്ടല്ലോ, അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കോന്ന് പറഞ്ഞിട്ട് ഏച്ചി ഇതാ മിൽമേന്ന് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കപ്പ് ഐസ്ക്രീമാണേ, പിന്നെ സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10 ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേഗം ഞാൻ പെട്ടിയെല്ലാം തുറന്ന് എല്ലാവർക്കും ഐസ്ക്രീം എടുത്തു കൊടുത്തോട്ടാ. എല്ലാവരും ചുറ്റിനും ഇങ്ങനെ ഇരിക്കുന്നുണ്ടേ. അപ്പം ഞാൻ വാനിലയാണെന്നാണ് വിചാരിച്ചേ, പക്ഷേ സ്ട്രോബെറി ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഫസ്റ്റ് തന്നെ ദേവൂട്ടിക്ക് കൊടുത്തു. ദേവൂട്ടി പിന്നെ വല്യമ്മ വന്നപ്പാട് ചോദിച്ചു, വല്യമ്മ ഐസ്ക്രീം കൊണ്ടുവന്നതിനോന്ന്. ഞാൻ ഫോൺ വിളിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ടായിനി. അങ്ങനെ ദേവൂട്ടിക്കും അപ്പൂനും നന്ദൂനും മനുവിനും എല്ലാവർക്കും ഐസ്ക്രീം കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മമ്മക്ക് കൊടുത്തു. അമ്മമ്മക്ക് കൊടുത്തേരം അമ്മമ്മ പറഞ്ഞു വേണ്ട, പിന്നെ വയറിന് പറ്റൂല, തണുപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ വാങ്ങിയിട്ടുണ്ടായില്ല കേട്ടോ. അമ്മമ്മ അങ്ങനെ ഐസ്ക്രീമൊന്നും കഴിക്കൂല. പിന്നെ ഏച്ചിക്കും കൊണ്ട് കൊടുത്തു വേഗം. അമ്മ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ടായിനെ. അങ്ങനെ അമ്മേനെ വിളിച്ചെണീപ്പിച്ചുകൊണ്ടെന്ന് അമ്മക്കും കൊടുത്തു, പിന്നെ പൊടിയമ്മമ്മക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കൊടുത്ത ചെറിയൊരു ട്രീറ്റ് കേട്ടോ. ചെറുത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചെറുതാണ്. എന്നെക്കൊണ്ട് എൻ്റെ ബഡ്ജറ്റ് അത്രയില്ല, വലിയ ട്രീറ്റ് കൊടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം സഹായിച്ചിട്ട് വേണം ഇനി അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് യൂട്യൂബിൽ നല്ല ഇൻകെല്ലാം കിട്ടി തുടങ്ങിയാൽ ഇതിനെക്കാട്ടിയും വലിയ രീതിയിൽ നമുക്ക് ട്രീറ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 2 വർഷം ആവാനായിട്ടുണ്ട്. ഇനിയും മോണിറ്റൈസേഷൻ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ പഴയ വീഡിയോസും എല്ലാം ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ ഇത്രയേ ഇല്ല കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. എൻ്റെ പിറന്നാൾ ദിനം അല്ലെങ്കിൽ ജന്മദിനം സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.